അസ്സലാമു അലൈക്കും. അളെ 2 പൊറോട്ട കുറച്ച് ചില്ലി ചിക്കൻ ആയാലോ? ഒരു രക്ഷയും കാണില്ലല്ലേ? നല്ല അടിപൊളി ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ സവാള, പച്ചമുളക്, ക്യാപ്സിക്കം, വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചി, പിന്നെ ഉപ്പ്, ചില്ലി സോസ്, സോയാ സോസ്, കോൺഫ്ലവർ, പിന്നെ സൺഫ്ലവർ ഓയിൽ. ഇതെടുത്ത് നമുക്ക് കൈവാക്കിന് വെച്ചിരിക്കണം കേട്ടോ, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കഥാനായകനെ പുറത്തെടുക്കുക. അതെ, ചിക്കൻ. ഞാൻ വളരെ ചെറുതായി കട്ട് ചെയ്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ഒന്നുമല്ല, ബോണോട് കൂടിയത്. അതിലേക്ക് ഞാൻ ഈ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്, 4 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, കൂടാതെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും. ഉപ്പിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കുറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയി വരുന്നിടത്തോളം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിനെ നമ്മളൊരു 1 മണിക്കൂർ മിനിമം ഇതിന് മസാല പിടിക്കാനായിട്ട് വെച്ചേക്കുക. 1 മണിക്കൂർ കഴിഞ്ഞാൽ പാനിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മളതിനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെ ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിനെ ഒരുപാടിട്ട് ഫ്രൈ ചെയ്യാണ്ട് തന്നെ ഇതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ചില്ലിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ സൺഫ്ലവർ ഓയിലിലേക്ക് 20 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, 10 പച്ചമുളക്, ഇത് 3 കൂടി ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കൂടാതെ 3 ക്യാപ്സിക്കവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ചില്ലി ചിക്കൻ ഒരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ വളരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിനെ പാചകം ചെയ്യാൻ. എപ്പോഴും ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ നിൽക്കണം. അല്ലെ ഇനി ഒരുപാട് സമയമൊന്നും ആവണ്ട. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഞാൻ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കൻ ആണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എടുക്കുന്നത് എത്ര കിലോ ചിക്കൻ ആണോ അതിനനുസരിച്ച് ചേരുവകൾ ചേർക്കുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി ഇതിനെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. തീ എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കുക. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുക.
അളിയ നമ്മുടെ അടുപ്പ് നല്ല ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ചില്ലി ചിക്കന് കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതല്ല കുറച്ച് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളം കുറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. ഇത് നല്ല അടിപൊളിയായിട്ട് തിളച്ചു കഴിഞ്ഞിട്ടോ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ഏകദേശം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടോ. ഇപ്പൊ നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നു, അയ്യടാ ഇതിന്റെ എന്താ ഗ്രേവി പച്ചവെള്ളം പോലെ ഇരിക്കുന്നത്, ഇത് നല്ല തിക്കായിട്ടാണല്ലോ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്നത് എന്ന് വിചാരിക്കും. ഇത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എങ്ങനെയാണ് കോൺ സ്റ്റാർച്ച് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഒന്നുമല്ല കേട്ടോ, 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കലക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺ സ്റ്റാർച്ച് തയ്യാറായി കഴിയും. ഇത് നമ്മൾ കോൺ സ്റ്റാർച്ച് ചേർത്തതോടുകൂടി നമ്മുടെ ഗ്രേവി നല്ല തിക്കായി കഴിഞ്ഞു. ഇനി കുറച്ച് കോൺ സ്റ്റാർച്ച് കൂടിപ്പോയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കോൺ സ്റ്റാർച്ച് ഉപയോഗിച്ചത്. ദേ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടോ. അല്ലെ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ ചില്ലി ചിക്കൻ. പക്ഷെ എന്നാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കും. അതെന്താന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയായാലും ശരി, ഞങ്ങളിവിടെ കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. നല്ല അടിപൊളി ചില്ലി ചിക്കനും പൊറോട്ടയും. എന്താ കോമ്പിനേഷൻ അല്ലേ, അടിപൊളി കോമ്പിനേഷൻ. അല്ലെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നല്ല അടിപൊളി ഒരു ഡിഷായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ കഴിയുമെന്നത്. പക്ഷെ എന്തായാലും ശരി, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചില്ലി ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിനെ പൊറോട്ടയും കൂടി ചേർത്തൊരു പിടി പിടിച്ചാൽ പെട്ടെന്ന് നമ്മുടെ വയറ് നിറയും. എന്തൊക്കെയായാലും ശരിയല്ല, നിനക്ക് സമയം കിട്ടുമ്പോൾ നീ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ വിളിച്ച് അഭിപ്രായം പറയണം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷല്ലേ, പിന്നെന്തേ ചെയ്താല്. എന്തായാലും ശരി, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.